കുമാർ സാറ്, ബാക്കി അധ്യാപകരെ, അതുപോലെ തന്നെ ജീവനക്കാരെ, പ്രിയമുള്ള വിദ്യാർത്ഥിനി സുഹൃത്തുക്കൾ, നിങ്ങൾ ഇവിടെ നിങ്ങളുടെ മനസ്സിലൊരു ധാരണ ഉണ്ടാവും. കോളേജ് നിങ്ങളൊക്കെ +2 പഠിച്ചപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ വലിയ ഒരു 8 നിലയുള്ള ഒരു വലിയ കെട്ടിടത്തിൽ ഒരുപാട് കുട്ടികളൊക്കെ ആയിട്ട് എന്നും ഇച്ചിരി സമരവും ബഹളവും വഴക്കും അടിയും ഒക്കെ ഉള്ളൊരു ക്യാമ്പസ് ആയിരുന്നിരിക്കും നിങ്ങൾ സ്വപ്നം കണ്ടിരുന്നത്. അതല്ല ഇപ്പം നിങ്ങൾ ഇവിടെ വന്നു പഠിപ്പിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഞാനൊരു 30-32 വർഷം പല കോളേജുകളിൽ പഠിപ്പിച്ച ആളാണ്. 3000 പിള്ളേർ 6000 പിള്ളേർ വരെയുള്ള കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ അടുത്തൊരു കള്ളം പറയുന്നതല്ല. ഒരു വലിയ കോളേജിനേക്കാൾ ഔട്ട്പുട്ടുള്ള വലിയൊരു സ്ഥാപനമാണ്. ഒരു വർഷം നമ്മുടെ കൊല്ലത്തെ പ്രബുദ്ധമായ കോളേജുകൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ, ടൗണിലുള്ള വലിയ കോളേജുകളെക്കാൾ കൂടുതൽ അതിൻ്റെ 4 ഇരട്ടി പിള്ളേർ ജീവിതത്തിൻ്റെ വലിയ വേദിയിലേക്ക് ഇവിടുന്ന് പറന്നുയർന്നു പോയവരാണ്. കഴിഞ്ഞ വർഷങ്ങളിലെ കാര്യം ഞാൻ പറഞ്ഞു. 60 പേര് 70 പേര് ഡിഗ്രി കഴിയുന്നതിന് മുമ്പ് ഈ സ്ഥാപനത്തിൽ നിന്ന് ജോലി കിട്ടി, അതായത് നല്ല ജോലി കിട്ടി പോയവർ ഒരു വർഷം. ഞാനടക്കമുള്ള കോളേജിൽ 3000 പേര് പഠിക്കുന്നത് 2 കുട്ടികൾ 3 കുട്ടികൾക്കാണ് ഇത്ര അവസരം കിട്ടിയപ്പോൾ യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കൊല്ലത്തുനിന്ന് 50-60 കുട്ടികളെ പരിശീലിപ്പിച്ച് മിടുക്കരാക്കി കേരളത്തിൻ്റെ, ഇന്ത്യയുടെ, ലോകത്തിൻ്റെ നെറുകയിലേക്ക് മിടുക്കരായി പറഞ്ഞുവിടാൻ കഴിഞ്ഞ ഒരു വലിയ സരസ്വതി ക്ഷേത്രത്തിൻ്റെ, മഹാലക്ഷ്മി ക്ഷേത്രത്തിൻ്റെ തിരുനടയിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. നിങ്ങൾ വന്നുപെട്ടിരിക്കുന്നത് മോശപ്പെട്ട ഒരു സ്ഥലത്താണെന്ന് നിങ്ങൾക്ക് തോന്നരുത്. കാരണം നിങ്ങൾ ഇന്നത്തെ ജാടയും ബഹളവുമല്ല. ഞാൻ അതിലേക്ക് കടക്കാൻ പോവാം. ഒരു 45 മിനിറ്റ് ഞാൻ സംസാരിക്കും. നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ എക്കണോമിക്സ് പഠിച്ചവരുണ്ടല്ലോ +2. അപ്പോൾ അവർക്കറിയാം കോസ്റ്റ് എഫക്റ്റീവ് എന്ന് പറഞ്ഞൊരു പ്രയോഗമുണ്ട് എക്കണോമിക്സ്. കോസ്റ്റ് എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് സാധ്യമായ സാഹചര്യങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് പരമാവധി ഔട്ട്പുട്ട് ഉണ്ടാക്കും. ഇപ്പൊ ഈ ഇരിക്കുന്ന കുട്ടികൾ ഒത്തിരി പേര് വിചാരിക്കുന്നുണ്ട്, എൻ്റെ വീട്ടിൽ AC ഇല്ല, ഞങ്ങളുടെ അച്ഛന് കാറില്ല, ഞങ്ങൾക്ക് വലിയ വലിയ ഫെസിലിറ്റികളില്ല, എനിക്ക് ലാപ്ടോപ്പ് പോലും ഇല്ല. നിങ്ങൾ മനസ്സിലാക്കണം, കഴിഞ്ഞ ദിവസം ഞാൻ തൃശ്ശൂർ കളക്ടറായിട്ടിരിക്കുന്ന ആന്ധ്രാപ്രദേശുകാരനായ ഒരു കളക്ടറുടെ ഇന്റർവ്യൂ TV കണ്ടു. ചെറുപ്പക്കാരനാണ്. അയാളൊരു പ്രൈവറ്റ് കമ്പനിയിലെ BSc കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടർ സയൻസോ എന്തോ BC ആയിട്ട് കഴിഞ്ഞ ഒരാളാണ്. അയാൾ ആന്ധ്രയിലെ ഒരു കമ്പനിയിൽ ജോലിക്ക് പോയി. പക്ഷേ ജോലിക്ക് പോയിട്ട് അവിടുത്തെ ജോലി താമസമായത് വേറൊരു ചെറിയ കുറഞ്ഞ ഹോസ്റ്റലിലായി. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഹൈദരാബാദിൽ സിവിൽ സർവീസ് IAS-ൻ്റെ ട്രെയിനിങ് സെൻ്ററുകൾ ഒരുപാടുണ്ട്. അവിടുത്തെ നമ്മുടെ പാലാ പോലെ അവിടെ IAS പിള്ളേർ വന്ന് താമസിക്കാതെ അവിടുത്തെ വരുമാനമാണ് ഹോട്ടലുകാരുടെ, വീടുകാരുടെ എല്ലാം. ഇദ്ദേഹത്തിന് ഒരു റൂമിലൊക്കെ 3 പേരാണ് ഷെയർ ചെയ്യുന്നത്, റെൻറ്റിൻ്റെ ഒരു സൗകര്യത്തിന് വേണ്ടി. പുള്ളി അവിടെ ചെന്ന് പെട്ടപ്പോൾ ഇവർ 2 പേര് സിവിൽ സർവീസ് IAS-ന് പ്രിപ്പയർ ചെയ്യുന്നവരാണ്. അപ്പോൾ ഇദ്ദേഹത്തിനും ഇങ്ങനെ കണ്ടു അവരുമായിട്ട്. അപ്പോൾ അതിലൊരു പയ്യൻ നല്ലതുപോലെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പറയട്ടെ, നിനക്കെന്താ ഇത് എഴുതിയ, നീ ട്രൈ ചെയ്ത് നോക്കി, ഞങ്ങളുടെ നോട്ട്സ് എല്ലാം തരാം. ആ മനുഷ്യനാണ് ഇന്ന് തൃശ്ശൂർ കളക്ടറായിട്ടിരിക്കുന്ന അച്ഛനും അമ്മയും കൂലിവേലക്കാരായിട്ട്, അതായത് ഈ ടയർ ചെത്തിയെടുത്ത് സ്ലിപ്പർ ചെരുപ്പുണ്ടാക്കി വിൽക്കുന്ന അച്ഛൻ്റെ അമ്മയുടെയും മോനാണ്. മലയാളത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗമുണ്ട്, യൂട്യൂബിൽ കിടപ്പുണ്ട്. ഇപ്പൊ ഇടുക്കിയിലോട്ട് മാറിയെന്നുള്ളൂ. നിങ്ങൾക്ക് ഇതാണ് കോസ്റ്റ് എഫക്റ്റീവ്. ഞാൻ പിണറായി വിജയന്റെ മോനായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ ബന്ധുവായിരുന്നെങ്കിൽ, MLA-യുടെ ബന്ധുവായിരുന്നെങ്കിൽ, മറ്റേ ധനികന്റെ ആളായിരുന്നെങ്കിൽ ഞാൻ പഠിക്കുമായിരുന്നു. അതല്ല കോസ്റ്റ് എഫക്റ്റീവ്. നിലവിൽ നിങ്ങളുടെ വീട്ടിലുള്ള സാഹചര്യം ഉപയോഗിച്ച്, നിലവിൽ നിങ്ങളുടെ പോക്കറ്റിലുള്ള പൈസ ഉപയോഗിച്ച്, നിലവിൽ നിങ്ങളുടെ തലയിലുള്ള ബുദ്ധി അനുസരിച്ച് ജീവിക്കാൻ പഠിക്കലാണ് കോസ്റ്റ് എഫക്റ്റീവ്. അവിടെ വിജയം കൊയ്യുന്നവരാണ് ഞാൻ പറഞ്ഞ വിജയികളാവുന്നത്. നിങ്ങൾ നോക്കുക, ഒരു മത്സര ഓട്ടത്തിന് ഇറങ്ങാൻ പോവുകയാണ് നിങ്ങൾ. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഇവിടുത്തെ അധ്യാപകരെ കുറിച്ചും ഇവിടുത്തെ ജീവനക്കാരെ കുറിച്ചും പറയാം. കോളേജിനെ പോലെ നിങ്ങൾ ഒരുപാട് പേർക്ക് യാചിച്ച് നിൽക്കേണ്ട. യൂണിവേഴ്സിറ്റി അംഗീകരിച്ച വളരെ മിടുക്കരായ അധ്യാപകരാണ്. യൂണിവേഴ്സിറ്റി ഇന്റർവ്യൂ നടത്തി UGC പരീക്ഷ മാനദണ്ഡങ്ങൾ പാസ്സായ എല്ലാത്തരം ബിരുദങ്ങളുമുള്ള മിടുക്കരായ ഒരു വലിയ വിഭാഗം അധ്യാപകര്
കോളേജുകളിലെ പോലെ വലിയ ജാടയില്ലാതെ കുട്ടികളുടെ താല്പര്യം അനുസരിച്ച് വൃത്തിയായിട്ട് പഠിപ്പിക്കും. ഈ മത്സര ഓട്ടത്തിൽ നിങ്ങൾ നോക്കണം, 3 വർഷം കഴിഞ്ഞ് നിങ്ങളോടൊപ്പം വലിയ 8 നില കോളേജിൽ പോയവർ രക്ഷപ്പെടും. പക്ഷെ ചിലപ്പം 12 നില അവർ പൊട്ടുമ്പോൾ നിങ്ങളിവിടെ നിലയില്ലാത്ത ഈ കോളേജിൽ നിന്ന് എല്ലാവർക്കും ഉയരെയുള്ള ഒരു നിലയിലേക്ക് നിങ്ങൾ ഉയർന്നു പോകുന്ന ഒരു വലിയ കാഴ്ച 3 വർഷമോ 4 വർഷമോ കഴിയുമ്പോൾ നിങ്ങളിൽ പലർക്കും മഹാഭൂരിപക്ഷത്തിനും ബോധ്യപ്പെടുന്ന ഒരു വലിയ സെന്ററിലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല ആത്മവിശ്വാസത്തോടു കൂടി ഇരിക്കുക. നിങ്ങളെ കാണുമ്പോൾ തന്നെ അറിയാം, വളരെ നല്ല കുട്ടികളാണ്. നിങ്ങൾ വലിയ പ്രതീക്ഷയിലാണ് വന്നേക്കുന്നത്. അപ്പൊ ഞാനിനി ഈ സ്ഥാപനത്തെ കുറിച്ച് ഇത്രേ പറയുന്നുള്ളൂ. എത്ര ഈ ഇവിടെയുള്ള എല്ലാ സബ്ജക്റ്റിലും നിരന്തരമായിട്ട് ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ച സ്ഥാപനമാണ്. ബികോമിലും കൊമേഴ്സിലും കമ്പ്യൂട്ടർ സയൻസിലും BBA ഒക്കെ എത്ര പ്രാവശ്യം. 2019 4 യൂണിവേഴ്സിറ്റി റാങ്ക് ആണ് ഇവിടെ. 20, 21, 23, 24 ഒക്കെ. ഇപ്പൊ നിങ്ങൾ സർവകലാശാലയുടെ മത്സരങ്ങളിൽ നോക്കുക, ബാക്കി എല്ലാ കാര്യങ്ങളും. അപ്പൊ പക്ഷെ നിങ്ങളുടെ കൂട്ടുകാരെ ഒരു പക്ഷെ നിങ്ങളോട് പറയും, അത് പിള്ളേരാണെന്ന്. ഇപ്പൊ പുതിയ ട്രെൻഡ് അല്ലേ എല്ലാം. നമ്മൾ ബാക്കി ഇപ്പൊ ഞാൻ പറയുന്നത് പോലും ഒരു തന്ത വൈമായിട്ട് എനിക്ക് തോന്നുന്നു. അത് നിങ്ങളുടെ കുഴപ്പമല്ല, നിങ്ങൾക്ക് മാറും, തന്നെ മാറും, വലിയ താമസമില്ലാതെ മാറിക്കോളും. നമ്മളൊരു ഭ്രമത്തിലാണ് അല്ലേ. ഉണ്ണാത്തവൻ ഉണ്ണുമ്പോൾ ഭയങ്കര ഒപ്പറാണെന്നത് നമ്മൾ വളരെ പ്രാചീനമായിട്ട് കഴിഞ്ഞാൽ. നിങ്ങളുടെ വാപ്പയും ഉമ്മയും നിങ്ങളുടെ അച്ഛനും അമ്മയും ഒക്കെ വളരെ കഷ്ടപ്പെട്ട് വളർന്നു. നിങ്ങളുടെ കാലേ കിടക്കുന്ന ചെരുപ്പിന് 2000-3000 രൂപ വിലയുള്ള ചെരുപ്പാണ് വാങ്ങിച്ചത്. നിങ്ങളുടെ ഒരു ഡ്രസ്സിന് 4000-5000 രൂപ വിലയാണ്. നിങ്ങളിൽ എത്രയോ പേര് ഈ സ്ഥാപനത്തിൽ തന്നെ അച്ഛൻ്റെയും അമ്മയുടെയും വരുമാനം അറിയാതെ 10 ലക്ഷം 8 ലക്ഷം രൂപയുടെ ബൈക്ക് വേണമെന്ന് നിർബന്ധം പിടിച്ച് വഴിയിൽ കൈയും കാലും ഒടിഞ്ഞ് പോയവരുണ്ട്, മരിച്ചവരുണ്ട് ഈ സ്ഥാപനത്തിൽ. അപ്പൊ ഞാൻ അതിലേക്ക് കടക്കാം. അപ്പൊ നിങ്ങളുടെ അടുത്ത് ഞാൻ ആശംസിക്കുന്നു, നിങ്ങൾ സംശയിക്കരുത്. 2030-ലും 35-ലും ഈ കോളേജിന്റെ ഇതേ ഓഡിറ്റോറിയത്തിൽ വലിയ അംഗീകാരങ്ങൾ ഏറ്റുവാങ്ങിക്കാനുള്ള ഭാഗ്യമുള്ള മിടുക്കർ ഇവിടെ ഇരിപ്പുണ്ട്. നിങ്ങൾ വന്ന നാട്ടിൽ, നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ ബന്ധുക്കളുടെ ഇടയിൽ, നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഇടയിൽ അനുമോദനങ്ങൾ ഏറ്റുവാങ്ങാനുള്ള വിദ്യാർത്ഥിനികളാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. യാതൊരു സംശയവുമില്ല. ഈശ്വരൻ നിങ്ങളെ വാരിക്കോരി അനുഗ്രഹിച്ചിരിക്കുകയാണ്. കണ്ണും ബുദ്ധിയും കാലും ഒക്കെ വക്കി നിങ്ങൾ പണിയെടുക്കണം. നിങ്ങൾ ഒരു ഉന്മാദത്തിലാകരുത്. ഇപ്പോഴത്തെ കുഴപ്പം അതാണ്, ഒരു ഉന്മാദത്തിൽ തന്നെ വീണു. നമ്മളുടെ വട്ടം നടക്കുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ അച്ഛനും അമ്മയും ജീവിച്ച സാഹചര്യത്തിലല്ല നിങ്ങൾ ജീവിക്കുന്നത്. വീട്ടിൽ പൈസ ഇല്ലെങ്കിലും നിങ്ങളുടെ കാര്യത്തിൽ കുറവ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം ഓർത്തുകൊണ്ട് നിങ്ങൾ സംശയിക്കേണ്ട. ഈ നാട് ആദരിക്കപ്പെടുന്നവരായി നിങ്ങൾ മാറും. പക്ഷെ അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ പറഞ്ഞ അങ്ങനെ കേൾക്കാവോ? അടുത്ത വീഡിയോ എടുക്കാം.